ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. എൻ്റെ സ്പെഷ്യൽ കണ്ടോ? ഇന്ന് ടുഡേ സ്പെഷ്യൽ മോർണിംഗ് സ്പെഷ്യൽ പൂരി. ഞാനിന്നും പൂരിക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. സൈഡ് ഡിഷ് ഒന്നുമില്ല, ചായയാണ് കുടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചായ കുടിക്കാൻ വരുന്നോ? എനിക്കില്ലേ പൂരിക്ക് ചായയും പൂരിയും കൂടി കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ സ്പെഷ്യലായിട്ട് സൈഡ് ഡിഷ് ഒന്നും ഉണ്ടാക്കാറില്ല. രാവിലെ ചായക്കൊക്കെ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ് എന്ന് വെച്ചാൽ നമുക്ക് പണിയും ലാഭം, ടേസ്റ്റും ഉണ്ടല്ലോ ചായക്ക്. എനിക്ക് ഇഷ്ടം എങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ചപ്പാത്തിക്കൊക്കെ ഞാൻ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാറുണ്ട്. പൂരി ഉണ്ടാക്കുമ്പോൾ എളുപ്പ പണിയാണ്. എനിക്ക് ഏറ്റവും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരി ഉണ്ടാക്കുന്നതിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് മാവ് എടുത്ത് കുഴച്ചിട്ട് ചപ്പാത്തി പ്രസ്സിങ് ഉണ്ട്. ചപ്പാത്തിക്ക് ആ പ്രസ്സിങ് കറക്റ്റ് ആവില്ല എന്ന് വെച്ചാൽ ഒരുപാട് വലിപ്പം കിട്ടുന്നില്ല. അപ്പോൾ ഇത് പൂരിക്കാവുന്ന സമയത്ത് കറക്റ്റാണ് അത് എന്താ പറയുക പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ വേഗം ഞാൻ ഗോതമ്പ് മാവെടുത്ത് കുഴച്ചിട്ട് ഒരു 10-12 ഉണ്ടാക്കും. 3 പേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കും. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയാണ് എളുപ്പപ്പണി ചെയ്തു. പക്ഷേ ഞാൻ ഉച്ചയ്ക്കുള്ള കറിയും ചോറും ഉണ്ടാക്കി, ഇതും ഉണ്ടാക്കി കേട്ടോ. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താണെന്ന് പറയണം, കമൻറ്റിൽ പറയണം കേട്ടോ. അതുപോലെ തന്നെ നോമ്പെടുത്തവർ ക്ഷമിക്കണേ. പക്ഷേ എന്തായാലും മോർണിംഗ് അവർ പുലർച്ചയ്ക്ക് എണീറ്റ് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് എനിക്ക് അത്ര സങ്കടമില്ല. അല്ലെങ്കിൽ ഭയങ്കര വീഡിയോ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എല്ലാവരും നോമ്പെടുത്ത് വിശന്നിരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നോമ്പെടുക്കാൻ. ഈ നോമ്പെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു ദിവസം പോലും എനിക്കെടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ ചേച്ചി എടുത്തിരുന്നു കേട്ടോ. എൻ്റെ ചേച്ചി ഒരു പ്രാവശ്യം 15 ദിവസം നോമ്പെടുത്തിരുന്നു. ഭയങ്കര ക്ഷീണിച്ചു. എന്നിട്ട് ആദ്യത്തെ ദിവസമൊക്കെ 2-3 ദിവസം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, പഴക്കമില്ലാത്തല്ലേ അതുകൊണ്ട്. പക്ഷേ ചേച്ചി 15 ദിവസം നോമ്പെടുത്തിരുന്നു. ഒരു പ്രാവശ്യം മാത്രം ഉണ്ടാവും. എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. എല്ലാവരും നോമ്പിലായിരിക്കില്ലേ, പുലർച്ചയ്ക്ക് എണീറ്റ് എന്ത് ഭക്ഷണം കഴിക്കാൻ ആ സമയത്തല്ലേ. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുകയും എന്താ പറയുക 5 മണിക്കൊക്കെ എണീറ്റ് 5 മണിൻ്റെ മുൻപ് അല്ലേ, 4 മണി 4:30 ആകുമ്പോൾ ഫുഡ് കഴിക്കണ്ടേ നിങ്ങൾക്ക് അല്ലേ. ഞാനൊരു ഇതെന്താ പറയുക പൂരിൻ്റെ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഈ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് റവ, ഒരു 1.5 സ്പൂണ് റവ ആഡ് ചെയ്യും. അത് എന്തിനാണെന്നറിയോ? അതൊരു ക്രിസ്പി ആയിട്ടും ഉണ്ടാവും, എണ്ണ പിടിക്കത്തില്ല. നമുക്ക് ഒരുപാട് എണ്ണ കുടിക്കത്തില്ല. അത് പൂരി ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല പൊള്ളിച്ചിട്ട് വരികയും ചെയ്യും, നമുക്ക് എണ്ണ പിടിക്കത്തില്ല. അത് കാരണം ഞാൻ എന്ത് ചെയ്യും, മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ മാവിൽ ശകലം ഉപ്പിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഗോൾഡ് വിന്നർ, നമ്മൾ ഏതാണെങ്കിലും ഉപയോഗിക്കാം. ഗോൾഡ് വിന്നർ ഇട്ടിട്ട് കുറച്ച് ഒരു 1.5 സ്പൂണ് റവ ഇട്ടിട്ട് കുഴയ്ക്കും. നല്ല സ്മൂത്ത് ഉണ്ടാവും. എടുത്ത് വയ്ക്കൊന്നും വേണ്ട, ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കും. അപ്പം തന്നെ കുഴച്ച് അപ്പം തന്നെ ഉണ്ടാക്കും. എന്നാലും കറക്റ്റായിട്ട് നല്ലോണം ബഫ് മാതിരി വരും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറ്. നിങ്ങളെങ്ങനെയാണ് കുഴയ്ക്കുന്നത്? എന്തെങ്കിലും ആഡ് ചെയ്യാറുണ്ടോ സ്പെഷ്യലായിട്ട്? അല്ല ചുമ്മാ എന്താ പറയുക മാവും വെള്ളം ഇട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കാറാണോ എന്ന് അതും വന്ന് കമൻറ്റിൽ പറയണേ കേട്ടോ. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും എന്താ പറയുക ലൈക്കും കമൻറ്റും, സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ചാനൽ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാട്ടോ. ഇതുകൊണ്ട് ഒപ്പിച്ചു. ഞാനൊരു 3-4 കഴിച്ചു കാണും. 4 കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, അതാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇന്നേക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ്?